ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി സൺഡേ. എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു. ജസ്റ്റ് കാറ് ഒന്ന് കഴുകാനായിട്ട് വൃത്തിയാക്കാൻ ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് 100 ഒരു 3 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ വാക്വം ചെയ്യാവുന്ന ഇത് കിട്ടും. നമുക്കത് ടൈമുണ്ട്, പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ലാഭിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ മോനാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അവനാണ് ചെയ്യണത്. അല്ലാതും ആള് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വാട്ടർ ക്ലീൻ ചെയ്യണം. ജസ്റ്റ് അത് ഇങ്ങനെ നമുക്ക് സിമ്പിളല്ല, അത് അറിയണം. കോയിൻ ഇടാനൊക്കെ കറക്റ്റായിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് തന്നെ കാറ് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് സെൽഫായിട്ട്. ഓക്കെ ഗൈസ്, യോ ബൈ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിലാണ് കോയിൻ നിക്ഷേപിക്കേണ്ട സ്ഥലം. അതിലൊരു കട്ടിങ് പോയിൻ്റ് ഉണ്ട്, കോയിൻ ഇടുന്ന ഒരു പ്ലേസാണ്. അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇടാൻ ശ്രമിക്കണം. അതായത് കോയിന് ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്, കട്ടിങ് പോയിൻ്റ് ഉണ്ട്. കട്ടിങ് പോയിന്റിൽ ഇടണം. അതിട്ടതിന് ശേഷം അത് സ്റ്റാർട്ടാവുന്നതാണ്. സ്റ്റാർട്ടായതിന് ശേഷം നമ്മൾ ആരംഭിച്ചു തുടങ്ങി. അവനാണെന്ന് കൊടുത്തത്, മകനാണ് ചെയ്യണത് ക്ലീൻ ചെയ്യൽ. അല്ലാതും തുറന്നിട്ടിട്ട് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഇത് പെട്രോൾ പമ്പാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കോയിൻ വാങ്ങുന്നത്. പൈസ കൊടുത്ത് കോയിൻ വാങ്ങണം. അപ്പോൾ ഇവനെന്ന് പണി കൊടുത്തിരിക്കുകയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. 3 യൂറോയാണ് ഇതിൻ്റെ പൈസ ചിലവ് ചെയ്യാനായിട്ട്. 3 യൂറോയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർ ക്ലീനിങ് കടന്നു. വാട്ടർ ക്ലീനിങ് ഇതിങ്ങനെ ഒരു പേപ്പർ തരും അവിടെ നിന്ന്, പെട്രോൾ പമ്പിൽ തന്നെ. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിലെന്തോ ഓപ്ഷനാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അതിൽ പിക്ചറുണ്ട്, ക്ലിയർ പിക്ചറാണ്. പിന്നെ അതിൽ ഫിനിഷിലാണ് ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. അത് കറക്റ്റ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഫുൾ ക്ലിയർ പിക്ചറാണ്, നമുക്കത് വായിച്ച് നോക്കാൻ പറ്റും. ഇതിപ്പോൾ ബ്രഷ് മൊത്തം ടോട്ടൽ വാട്ടർ, അതേപോലെ ഡിഷ് വാഷ് എല്ലാതും കൂടിയിട്ട് ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു ബ്രഷാണ് ഞാൻ സെലക്ട് ചെയ്തത് ഫസ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉരച്ചാലും കോറിലൊന്നും വീഴില്ല. അല്ലാതും നല്ല ഉള്ളത് കൊണ്ട് സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്, കോറിലൊന്നും വരില്ല ബ്രഷ്. അത്രയ്ക്കും സോഫ്റ്റ് ബ്രഷാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സോപ്പ് പതച്ചിടുക, ഇങ്ങനെ ബ്രഷ് ചെയ്തിടുക. അപ്പോൾ ഒരുവിധം ഒക്കെ നല്ല ക്ലീനായി കിട്ടും. ഇതിപ്പോൾ വണ്ടി ഇവിടെ ക്ലീൻ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പിന്നെ വിൻ്റർ ടൈമിൽ ആണ് പ്രശ്നമുള്ളൂ, ഭയങ്കര ആയിട്ട് ബുദ്ധിമുട്ടുള്ളൂ. വിൻ്റർ ടൈമിൽ വണ്ടി മൊത്തം ചെളിയും ഇതൊക്കെ ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ സമ്മർ ടൈമിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് 3 മാസം 4 മാസമൊക്കെ വണ്ടി കഴുകാതെ തന്നെ ഓടിക്കോളും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും കൊണ്ടാണ് നമ്മൾ വണ്ടി പോകുമ്പോൾ ഭയങ്കര മൊത്തം അവർ ഓരോ ഫുഡും ഇതൊക്കെ വേസ്റ്റും ഇതൊക്കെ കാറിൽ തന്നെ ഇട്ടിട്ട്, അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അതാണ് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്ലേസിൽ കൊണ്ട് വണ്ടി ഇട്ടപ്പോൾ അവിടെ കിളികളുടെ ഇത് ആകെ നശിപ്പിച്ച് അവർ മൊത്തം ബോണറ്റിനൊക്കെ ഭയങ്കര ചെളിയായിരുന്നു. അപ്പോൾ അത് കഴുകാതെ പറ്റില്ല, അത് കാരണം വന്ന് കഴുകിയതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വെച്ചു. പല സ്ഥലങ്ങളിലും പല ഓപ്ഷൻസാണ് ഉള്ളത്. ഇവിടുത്തെ ഓപ്ഷൻ എങ്ങനെയാണ്, മാനുവലാണ്. എനിക്ക് മാനുവൽ ചെയ്യാനാണ് ഭയങ്കര താല്പര്യം. കാരണം മെഷീനിൽ ചെയ്യുമ്പോൾ മെഷീനിലത്തെ പുറത്ത് വെറുതെ ക്ലീനായിട്ട് വരും, പുറത്തേക്ക് വണ്ടി നമ്മൾ വെറുതെ സുഖമാണ്, നമുക്ക് കാറിലിരുന്ന് സുഖമായിട്ട് കഴുകി പുറത്തേക്ക് വരാം. പക്ഷേ ഇത്രയ്ക്കും ഒരു എഫക്റ്റ് അതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ക്ലീൻ ആവുന്നു. അല്ലാതെ ഞാൻ കാരണം ഇത് കൈ കൊണ്ട് നമ്മൾ മാനുവൽ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം അതുപോലെ ഒരു ഉന്മേഷവും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അല്ലാതും ക്ലീൻ ആവും. അതായത് മെഷീനിൽ ചെയ്യുമ്പോൾ അത്രയ്ക്കാണ് ക്ലീനിങ് കിട്ടില്ല. ഉള്ളിലും എല്ലായിടത്തും ടയറും അല്ലാതും നല്ല. പിന്നെ വളരെ വളരെ വിത്തിൻ മിനിറ്റ്സ് 5 മിനിറ്റ്സ് 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വണ്ടി നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ വണ്ടി ഷോറൂമിൽ ക്ലീൻ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇറങ്ങാൻ പറ്റും. അത് ഞാൻ അവരൊക്കെ ഇഷ്ടംപോലെ പണിയെടുത്തിട്ട് തുടച്ചിട്ടൊക്കെ കാണാറുണ്ട് നമ്മൾ ഒരു ക്ലീനിങ് ഷോപ്പിൽ പോകുമ്പോൾ.
ഒരു കാറ് കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ അതേപോലെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്ത് കിട്ടുക. നമുക്ക് അത്രയ്ക്കും അവർ പണികളെടുക്കുന്നത് കാണാം. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. വേഗം പിടിക്കുമ്പോഴായാലും നല്ല ക്ലീൻ ആയില്ലേ, പെട്ടെന്ന് നമ്മൾ നിസ്സാര ടൈം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തില്ലേ വണ്ടി. ഉള്ളിലൊക്കെ നല്ല ക്ലീൻ ആയില്ലേ, ചെയ്യാൻ ഫുൾ ക്ലീൻ ആയില്ലേ. അപ്പോൾ ഇത് വാട്ടർ അപ്ലൈ ചെയ്യാണ് നമ്മൾ. അടുത്ത ട്രിപ്പ് നമ്മൾ ചെയ്ത് വാട്ടർ അതിന് ഓരോന്നിനും ഓരോ സെലക്ട് ഓപ്ഷൻസുകളുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക, എടുക്കുക. 5 മിനിറ്റാണ് ഞാനിപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത്. അത് 5 മിനിറ്റ് കഴിയാറാകുമ്പോൾ തന്നെ €5 യൂറോക്കിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. തന്നെ നമ്മൾ ഇത് ഓഫാവും. അപ്പോൾ ടോട്ടല് €5 ഇല്ല, നമുക്ക് €9 ആയി ഇതിന്. അപ്പോൾ ടോട്ടല് 9 പ്ലസ് വേക്കം പിടിച്ചു അല്ലേ. 9, 10, 11, €12. €9 അല്ലേ ഉള്ളൂ ഇപ്പോൾ കഴുകാനായിട്ട്. അത്രേ ഉള്ളൂ. ഇപ്പോൾ പുറത്ത് നമ്മൾ മെഷീനിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇത് €25 ഒന്നും അങ്ങനെ ക്ലീൻ ആവുകയില്ല. ഇതേപോലെ ഇത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ക്ലീൻ ആവില്ല. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് ഇങ്ങനെ അവർക്കും കൂടി എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇവരെ കൊണ്ട് തന്നെയാണ് പകുതി കാര്യങ്ങൾ ഞാൻ ചെയ്യിപ്പിച്ചത്. കുട്ടികൾ അതുപോലെ വൈഫ് ആണ് അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് തന്നത്. കാറിൻ്റെ ഈ സോപ്പിൻ്റെ പദം എനിക്ക് തോന്നുന്നു. അല്ലാതെ ഞാൻ ഈ വെള്ളമൊക്കെ താഴത്തേക്ക് പോയിട്ട് ഇത് അവര് അത് വീണ്ടും വെള്ളമാക്കി എടുക്കുന്നൊന്നുണ്ട്. ഈ ഫിൽട്ടർ ചെയ്തിട്ട് ഈ വെള്ളം വേണ്ട ആ വെള്ളം ഇതിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. ആ വെള്ളം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഫിൽട്ടർ ആക്കിയിട്ട് അവർ എടുക്കുന്നത്. അവിടെ ഒരു നല്ലൊരു ബോക്സ് ടൈപ്പ് BMW കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ചേട്ടൻ കൊണ്ടതാണ്. അതിനുള്ള നിറയെ കുട്ടികളുണ്ട്. കണ്ടില്ലേ ഒരു BMW പഴയ വണ്ടി. അതിനെ ബോക്സ് ടൈപ്പ് BM എന്നാണ് പറയുക. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിൽക്കുമ്പോൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു ഇതേപോലെ. അതിന് അവർ അവിടെ ബോക്സ് ടൈപ്പ് BM എന്നാണ് വിളിക്കുക. അതിൻ്റെ BMW അവന് വേറെ പേരുണ്ട്. അത് ബോക്സ് പോലെ ഇരിക്കും. നല്ല ഷേപ്പാണ് BMW കാണാനായിട്ട്. ഇവിടെ കുറേ പേരുടെ കയ്യിലുണ്ട് ഇങ്ങനത്തെ വണ്ടികൾ, പഴയ ടൈപ്പ് വണ്ടികൾ. അത് കാണാൻ നല്ല രസമാണ്. ഇവിടെ സൺഡേ അങ്ങനെ ഓരോ വീക്കെൻഡ് ടൈമിലൊക്കെ ഇവർ പുറത്തേക്ക് എടുത്തിട്ട് കൊണ്ടുവരും. അങ്ങനെ ഞാൻ ഓപ്ഷൻ പിന്നെയും മാറ്റി. പിന്നെയും വെള്ളം എനിക്ക് തോന്നുന്നു ഹോട്ട് വാട്ടർ തോന്നുന്നു അത് ചെയ്യാനത്. അപ്പോൾ ഹോട്ട് വാട്ടർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അത് ലാസ്റ്റ് ട്രിപ്പിലേക്കൊക്കെ കടന്നു. പിന്നെ ഇവിടെ നമുക്ക് ഉണക്കാനുള്ള സൗകര്യമുണ്ട് കാറിൻ്റെ ചെയ്യാനായിട്ട്. അത് ഓപ്ഷൻ അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അവർ. അത് ഇല്ല സംഗതി. ഇവിടെ അതിനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഇപ്പം നാളെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ചോദിക്കാം അത് എങ്ങനെയാണ് ചെയ്യുക. അത് അതിൽ ഓപ്ഷൻ ഇല്ല. വെള്ളവും മാറി അത് ക്ലീനായി മൊത്തം. അവിടെ നിൽക്കുന്നുണ്ടല്ലോ 2 പേര് നോക്കിക്കല്ലേ. അതെ ചവിട്ടി ഞാൻ ഈ ചവിട്ടി എടുത്തിട്ട് താഴെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹാങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ഹാങ് ചെയ്തിട്ടില്ല. ഹാങ് ചെയ്തിട്ട് വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവിടെ. അങ്ങനെ അവർക്ക് തന്നെ കൊടുത്തു. എല്ലാതും അവർ തന്നെ ചെയ്യണം. ഇപ്പോൾ തുടച്ച് ക്ലിയർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ഇട്ടിട്ട് തുടയ്ക്കാൻ പാടില്ല. നമ്മൾ പുറത്തേക്ക് എടുത്തിടണം. പുറത്തേക്ക് എടുത്തിട്ട് ലാസ്റ്റ് പുറത്തേക്ക് വണ്ടി എടുത്തിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തിട്ടാണ് ക്ലീൻ ചെയ്തത്. ഇതൊക്കെയാണ് സൗകര്യം ഇവിടെ. 1, 2, 3, 4 എണ്ണം ഉണ്ടല്ലേ ഗണ്ണ്. 4 ഗണ്ണുണ്ട് ടോട്ടൽ. 4 ഗണ്ണിലും പല ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഓരോരുത്തരും അവിടെ മൊബൈലൊക്കെ പിടിച്ചിരിപ്പാണ് കണ്ടോ. ഇത്തിരി സമയം കിട്ടിയപ്പോൾ മൊബൈലിന്മേയാണ് പണി. എല്ലാവരും ഒരാളിരിക്കുന്ന നോക്കൂ. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാ പരിപാടികളും കഴിയാറായി. ഇവിടുത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യാൻ ടൈമായി നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസുകളെ കൊണ്ട് പുതിയ ഇൻഫർമേഷൻ പുതിയ കാര്യങ്ങൾ അറിയുന്ന എന്തെങ്കിലും ഒക്കെ കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട് മൊബൈൽ പിടിച്ച്. എന്താ സുഖം. ഓക്കെ ബൈ ബൈ ഗൈസ്, ബൈ ബൈ.